ഹലോ, ഇന്ന് നമ്മൾ വളരെ വേഗത്തിൽ ഒരു മട്ടൻ ബിരിയാണി എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. നമുക്കിതിന് ആവശ്യമായിട്ടൊരു പാൻ വെച്ച് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കിലോ മട്ടനാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി നമ്മൾ നീളത്തിലിരുന്നത്, ഒരു 4 പച്ചമുളക് അരിഞ്ഞത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് 2 തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കുകയാണ്. മട്ടൻ വേകാൻ ആവശ്യമായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ, ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 വിസിൽ വരുമ്പോഴേക്കും വെയിറ്റ് ചെയ്യാം. മട്ടൻ 5 വിസിൽ വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ മല്ലിയില, പുതിനയിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമ്മൾ മാറ്റി വയ്ക്കണം ലാസ്റ്റ് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് അരിയാണ്, അത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടുന്നത്. ഇവിടെ നമ്മൾ മട്ടൻ്റെ ചാറ് ഉണ്ടായത് കൊണ്ട് നമ്മൾ 3 ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, അപ്പോഴേ പരുവാവുള്ളൂ. നമ്മൾ പരുവത്തിന് ഉപ്പ് ചേർത്തിട്ട് 1 ടീസ്പൂൺ ഇതും കൂടെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 വിസിലും കൂടെ വരണം, മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അടുത്ത വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലി, പുതിന ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ബൈ.